നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ശ്രീമദ് ഭാഗവതം 12-ാം സ്കന്ധം 7-9 അധ്യായങ്ങളിലെ ഗുരുവായ അവധൂതൻ ശിഷ്യനായ യദുവിന് പ്രകൃതിയെ നിരീക്ഷിച്ച് തത്വജ്ഞാനം നേടുന്നതിനെക്കുറിച്ച് ഉപദേശിക്കുന്നതിൽ ഒരു പാഠമാണ് ശരീരം. തനിക്ക് ലഭിച്ച മനുഷ്യ ശരീരത്തിൽ നിന്ന് ലഭിച്ച അറിവാണ് അദ്ദേഹം പകരുന്നത്. ശരീരത്തെ തൻ്റേതെന്ന് കരുതുന്നത് തെറ്റാണ്. കാരണം തൻ്റേതാണെങ്കിൽ തനിക്കുപകരിക്കണം. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങളും ഈ ശരീരത്തിലൂടെ വിഷയസുഖങ്ങളിലേക്ക് വലിച്ചിഴച്ച് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. മരണശേഷം ഈ ശരീരം അഗ്നിക്കോ നായയ്ക്കോ കഴുകനോ ഒക്കെയാണ് സ്വന്തമാകുന്നത്. തനിക്കുപകരിക്കുന്നില്ല. ശരീരത്തോടുള്ള ബന്ധം മൂലമാണ് അർദ്ധപുത്ര കളത്രാദികളിൽ ആസക്തനായി ആത്മശ്രേയസ്സിനെ ബലി കഴിക്കേണ്ടി വരുന്നത്. രോഗങ്ങൾ ശരീരത്തെ തീർത്തും പരാധീനമാക്കുന്നതിനാൽ ഇത് നമ്മുടെ വരുതിയിൽ നിൽക്കുന്നില്ല. ഇതൊക്കെയാണെങ്കിലും ഈ ശരീരം ഉപയോഗിച്ച് പരോപകാരം ചെയ്ത് മനഃശുദ്ധി നേടാം. ആയുസ്സു മുഴുവൻ ധർമ്മത്തിൽ ചിലവഴിച്ച് മഹാത്മശ്രേയസ്സിലേക്കും സഞ്ചരിക്കാമെന്നും അവധൂതൻ യദുമഹാരാജാവിനെ ഉപദേശിക്കുന്നു. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്കെത്തുന്ന ഗുരുവചനം കേൾക്കാം. അന്യരുടെ തെറ്റുകൾ പറഞ്ഞു നടക്കരുത്, അവർ എത്ര മോശപ്പെട്ടവരായാലും. സ്വാമി വിവേകാനന്ദൻ. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. करलग्नमृग करीन्द्रभङ्गो घनशार्दूलविखण्डनोस्तजन्तुः गिरिशो विशदाकृतिश्च चेतः कुहरे पञ्चमुखोऽस्ति मे कुतोभिः करलग्नमृग करीन्द्रभङ्गो घनशार्दूलविखण्डनोस्तजन्तुः गिरिशो विशदाकृतिश्च चेतः कुहरे पञ्चमुखोऽस्ति मे कुतोभिः. സന്ധ്യാദീപം. അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. മനസ്സാകുന്ന ഗുഹയ്ക്കുള്ളിൽ പഞ്ചമുഖനായ ഭഗവാൻ പരമേശ്വരൻ ഉള്ളതുകൊണ്ട് തനിക്ക് ഒട്ടുമേ ഭയമില്ല എന്ന് പറയുകയാണ് ഭക്തൻ. എന്തുകൊണ്ടാണ് പരമേശ്വരനെ പഞ്ചമുഖൻ എന്ന് വിളിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ശിവാനന്ദലഹരിയിലെ 44-ാം ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വാമി ചിദാനന്ദപുരി. ശ്രീശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ 43 ശ്ലോകങ്ങളാണ്
ശ്രദ്ധിച്ചത്. അവിടെ ആദികിരാതനായ ഭഗവാൻ പരമശിവനോട് തൻ്റെ മനസ്സാകുന്ന കാട്ടിൽ വന്ന് താമസിക്കാൻ പ്രാർത്ഥിക്കുക ചെയ്തത്. ഗർവവും അഹങ്കാരവും മാത്സര്യവും മതവും മോഹവും എല്ലാ തരത്തിൽപ്പെട്ട ദുഷ്ടജന്തുക്കളും നിറഞ്ഞതാണ് എൻ്റെ മനസ്സാകുന്ന കാട്. അവിടെ വന്ന് അവയൊക്കെ വേട്ടയാടി ജീവിച്ചോളൂ. അപ്പോൾ വേട്ടയാടലിൻ്റെ സുഖം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷണിച്ചത്. തുടർന്ന് ഭഗവാൻ എൻ്റെ മനസ്സിൽ നിവസിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഭയസാധ്യതയുമില്ല. എനിക്ക് ആരെയും ഒന്നിലും ഭയമില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഭഗവാൻ നിവസിക്കുന്നു എന്ന ഭക്തൻ്റെ ആ ഒരു തിരിച്ചറിവ് പ്രഖ്യാപിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. നോക്കൂ. കരലഗ്നമൃഗ കരീന്ദ്രഭംഗോ ഘനശാർദൂല വിഖണ്ഡനോസ്തജന്തു. കരലഗ്നമൃഗ കരീന്ദ്രഭംഗ ഘനശാർദൂല വിഖണ്ഡന അസ്തജന്തു വിശദാകൃതി ഗിരിശഃ ചേതകുഹരേ അസ്തി പഞ്ചമുഖഃ മേ കുതഃ ഭീഹി. മേ എനിക്ക് കുതഃ എവിടുന്ന്, ഭീഹി ഭയം, ഭീതി. എനിക്ക് എവിടുന്ന് ഭയം ഉണ്ടാവാനാണ്? അർത്ഥം എനിക്ക് ഭയമില്ല. എന്താ കാരണം? മേ ചേതകുഹരേ, മനസ്സാകുന്ന കുഹരത്തിനുള്ളിൽ, കുഹരൻ ഗുഹ, പഞ്ചമുഖ അസ്തി, പഞ്ചമുഖനുണ്ട്. പഞ്ചമുഖൻ എന്ന് പറയുമ്പോൾ സാമാന്യ അർത്ഥം പഞ്ചമുഖൻ എന്നുള്ളതിന് സിംഹം എന്നാണ്. അതുപോലെ ഭഗവാൻ പരമേശ്വരൻ്റെ പര്യായങ്ങളിൽ, നാമങ്ങളിൽ പ്രസിദ്ധമാണ് പഞ്ചമുഖ ശബ്ദം. പഞ്ചാനനൻ ശിവൻ. അവിടെ വാമദേവനും സദ്യോജാതനും അഘോരനും തത്പുരുഷനും ഈശാനനും, ഈ 5 മുഖങ്ങളാണ്. ഈ 5 പേരുകളിലാണ് ശിവനെ നമ്മൾ സമാരാധിക്കുന്നത്. വളരെ വിശദമായ വിപുലമായ മുഖത്തോടു കൂടിയവൻ, വായോടു കൂടിയവൻ, വലിയ വായോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ സിംഹത്തിന് പഞ്ചമുഖൻ എന്ന് പേരുണ്ട്. അവിടെ പഞ്ചശബ്ദത്തിന് 5 എന്നല്ല അർത്ഥം വരിക, വലിയ വിശദമായ എന്നർത്ഥം വരും. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന ഗുഹയ്ക്കുള്ളിൽ ശിവനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. അപ്പോൾ എങ്ങനെയുള്ള സിംഹമാണ്? കരലഗ്ന മൃഗ, കരലഗ്ന മൃഗനാണ്. എന്ന് വെച്ചാൽ കൈകൊണ്ട് മൃഗത്തെ, മാനിനെ അടിച്ച് മാനിനെ പിടിച്ചിരിക്കുന്ന സിംഹമാണ്. ഇനി ശിവനെ സംബന്ധിച്ച് ശിവൻ്റെ ധ്യാനത്തിൽ തന്നെ മൃഗധരൻ എന്നുള്ളത് പ്രസിദ്ധമാണ്. മൃഗത്തെ ധരിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് കരലഗ്ന മൃഗ എന്നുള്ളത് രണ്ടിനും ചേരും. കരീന്ദ്രഭംഗ, കരീന്ദ്രഭംഗ, കരീന്ദ്രനെ, കരി ആന, ആനകളുടെ ഇന്ദ്രനെ, വലിയ ആനയെ അടിച്ച് ഭഞ്ജിക്കുന്നവൻ. സിംഹം വലിയ ആനയുടെ മസ്തകത്തിൽ അടിച്ചതിനെ വീഴ്ത്തുന്നു. അങ്ങനെ കരീന്ദ്രഭംഗ സിംഹത്തിൻ്റെ പര്യായമാണ്. അഥവാ ഗജാസുരനെ കൊന്നവൻ പരമശിവൻ. ഘനശാർദൂല വിഖണ്ഡന, കാട്ടിൽ വലിയ കടുവയെ അടിച്ച് കൊല്ലുന്നവൻ സിംഹത്തിന് മാത്രമേ സാധിക്കൂ. അഥവാ വ്യാഘ്രാസുരനെ ഹിംസിച്ചവൻ പരമശിവൻ. അസ്തജന്തുഹു, എല്ലാ ജന്തുക്കളും എവിടെയാണോ ഇല്ലാതാകുന്നത്, ഏതൊരു സന്നിധിയിൽ മറ്റെല്ലാ ജന്തുക്കളും ഭയഭീതരായി ഓടിപ്പോകുന്നുവോ അതാണ് സിംഹ സാന്നിധ്യം. ശിവൻ്റെ ഭാവം ഉദിക്കുമ്പോൾ മറ്റ്
ജന്തുവാസനകളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയും അതുകൊണ്ട് അസ്തജന്തുവാണ്. അങ്ങനെയുള്ള ഗിരീശൻ എൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഭക്തൻ്റെ വാക്യമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം, അടുത്ത പ്രാവശ്യമാവട്ടെ. ഓ സന്ധ്യാദീപം തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഉപാസന എന്ന് പറയുന്നൊരു വിഷയത്തെയാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. എന്താണ് ഉപാസന? വാക്കിൻ്റെ അർത്ഥം ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഭഗവാനെ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസനാമൂർത്തിയെ, ഈശ്വരനെ അരികിലിരുന്നു കൊണ്ട് ഉപാസിക്കുക. എങ്ങനെയാണ് അരികിലിരിക്കുക? സദാസമയവും ഈശ്വരവിശ്വാസത്തോടുകൂടി, ഈശ്വര ഭജനത്തോടുകൂടി, ഈശ്വരനിൽ അർപ്പിതമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഉപാസന എന്ന് പറയുന്ന തലത്തിൻ്റെ അർത്ഥം. ഭഗവാൻ നമ്മളിൽ നിന്ന് അന്യമായൊരു വസ്തുവല്ല, ഒരു ആകാശവാസിയായ ഒരു വസ്തുവല്ലെന്നും നമ്മൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ ഭഗവാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹൃദയവൃത്തിയായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് നമ്മളിലിരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ കള്ളത്തരങ്ങൾ ചെയ്യാതെ നിർമ്മലനായി പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുന്ന ഭക്തിയുടെ ആ ഒരു അവാച്യമായ തലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉപാസന എന്ന് പറയുന്നത്. ഈ ഉപാസനയിലൂടെ തന്നെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ആ ഒരു ഉപാസകൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതുണ്ട്. സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം എന്ന് പറയുന്ന 4 തലങ്ങൾ ഈ ഉപാസനയിലൂടെ ഒരു ഉപാസകൻ നേടിയെടുക്കുന്നുണ്ട്. സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഈ ഒരവസ്ഥ, ഉപാസന എന്ന് പറയുന്ന ഒരവസ്ഥ. സാമീപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എപ്പോഴും അടുത്തുണ്ടെന്ന ഒരു പൂർണ്ണമായ ബോധ്യം. അതും കഴിഞ്ഞുള്ളൊരു ഘട്ടത്തിൽ സാരൂപ്യം, സ്വയം ഭഗവാന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ രൂപവൈവിധ്യങ്ങളിലേക്ക് നമ്മൾ സ്വയം, ആ ഭഗവാനും നമ്മളിലും വിഭിന്നരല്ലാത്ത വിധം നമ്മൾ ഏതാണ്ട് ഏകമാത്രമായ ഒരേ രൂപത്തോടുകൂടി, ഒരേ സ്വഭാവത്തോടുകൂടി, ഒരേ ജീവിത രീതികളോടുകൂടി, ഒരേ ചര്യയോടുകൂടി മുന്നോട്ട് പോകുന്നവരാണെന്ന ഒരു ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തികളാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് സായുജ്യം എന്ന് പറയുന്ന പരിപൂർണമായ മോക്ഷാവസ്ഥ, ഭഗവാനിലേക്ക് തന്നെ പ്രാപിക്കുന്നൊരവസ്ഥ. നമ്മൾ രണ്ടുപേരും, ഈശ്വരനും വ്യക്തിയും രണ്ടല്ലെന്ന പൂർണ്ണബോധ്യം മനസ്സിലുറയ്ക്കുന്ന ഒരു ഘട്ടമാണ് സായുജ്യം എന്ന് പറയുന്നൊരു ഘട്ടം. അവസാനമായി ദീപാരാധനയും ക്ഷേത്ര ചൈതന്യ രഹസ്യവും കണ്ടറിയാൻ ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. ഏവർക്കും നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മലയാലപ്പുഴ ദേവി ക്ഷേത്രം. മലയാലപ്പുഴയിൽ മേവും ദേവി, നീ മാമലയഞ്ചും കാവലിരിക്കും ആദിപരാശക്തി. മലയാലപ്പുഴയിൽ മേവും ദേവി, നീ മാമലയഞ്ചും കാവലിരിക്കും ആദിപരാശക്തി. അവികലമെന്നും അടിയനു നിന്നെ. ദേവീ ചൈതന്യത്തിനും ക്ഷേത്രത്തിനും പ്രകൃതിയുടെ കാവൽ പോലെ മലയാലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 5 മലകളാണ് നിലകൊള്ളുന്നത്. ഉപ്പിടുംപാറമല, ചെറുകുന്നത്തുമല, പുലിപ്പാറമല, അച്ചകണ്ണാമല, ഊട്ടുപാറമല എന്നീ പേരുകളിലാണ് ഈ മലനിരകൾ അറിയപ്പെടുന്നത്. മലമുകളിൽ നിന്ന് ഉരുണ്ടു വീഴുന്ന കാറ്റിന്റെ ആത്മീയ താളത്തിൽ മലയാലപ്പുഴ ദേവിയുടെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ ആദ്യം ദർശിക്കുന്നത് ക്ഷേത്രത്തിനു മുന്നിലെ മലമട സ്വാമി തറയിൽ നിലകൊള്ളുന്ന വലിയ ആൽമരം തന്നെയാണ്. മലയാലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 5 മലകളിലും വച്ച് ആരാധിക്കുന്ന ദൈവങ്ങളുടെ ആസ്ഥാനമാണ് മലമട സ്വാമി തറ. അരയാൽ വൃക്ഷത്തിൽ നിരവധി ഔഷധ സസ്യങ്ങളും മറ്റനേകം വൃക്ഷങ്ങളും ലയിച്ചു ചേർന്ന് ധ്യാനസ്ഥരായി നിൽക്കുന്ന കാഴ്ച അപൂർവ ദർശനം തന്നെ. മലമട സ്വാമിക്ക് മുന്നിൽ ഭക്തജനങ്ങൾ അടക്കയും വെറ്റിലയും പൊയിലയും
കറുത്ത പട്ടുമൊക്കെ നേർച്ചയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മലയാള പുഴ ഭഗവതി അഴലൊഴി. ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദ്രാവിഡ സംസ്കൃതി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള നേർച്ച സമർപ്പണങ്ങളിലൂടെ കാണാൻ കഴിയുന്നതാണ്. മലയാലപ്പുഴ അമ്മയുടെ തിരുസന്നിധി ജാതിഭേദങ്ങളൊന്നുമില്ലാതെ സർവ്വമതത്തിൽപ്പെട്ടവർക്കും വന്നു പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആത്മീയ ആലയം തന്നെയാണ്. പ്രശാന്തസുന്ദരമായ ഈ അന്തരീക്ഷത്തിലേക്ക് സ്പർശിക്കുമ്പോൾ തന്നെ സ്വാസ്ഥ്യത്തിന്റെ മഹാമന്ത്രങ്ങൾ ഉള്ളിൽ നിറയുന്നു. പ്രദക്ഷിണ വഴികളിലൂടെ നടക്കുമ്പോൾ പൗരാണിക സമ്പ്രദായത്തിലുള്ള ക്ഷേത്രത്തിന്റെ രൂപം കാഴ്ചകൾക്ക് പുണ്യമാകുന്നു. അലിവോടരുളും തൂപ്പതേ അടിയനീശം രക്ഷണീ അലിവോടരുളും. താഴ്ന്നു നിൽക്കുന്ന മേൽക്കൂരയോട് കൂടി നിൽക്കുന്ന ചുറ്റമ്പല കാഴ്ചകളാണ്. ചെറിയ നമസ്കാര മണ്ഡപത്തിന് മുന്നിൽ ചതുര ശ്രീകോവിലിനുള്ളിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നിത്യവും ദേവിക്ക് നടത്തിവരുന്ന കലശപൂജകളും മറ്റ് പൂജാതി കർമ്മങ്ങളും നിത്യവും മണ്ഡപത്തിൽ നടക്കുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരന്തരം എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മലയാലപ്പുഴ ദേവി എന്നാൽ ആശ്വാസത്തിന്റെ, ശാന്തിയുടെയും കൃപാകടാക്ഷങ്ങളുടെയും വരം ചൊരിയുന്ന അമ്മ തന്നെയാണ്. തിരുഹിതം പോധുരിതം ചതുശതം നേദിച്ചിടാം. മലയാലപ്പുഴ ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 2 നമ്പൂതിരിമാർ എത്തി വളരെ കാലം ഭജനം പാർത്തു. നമ്പൂതിരിമാരുടെ നിരന്തരം ഭജനത്തിന്റെ ഫലമായി കരുണാമയിയായ ദേവി നമ്പൂതിരിമാർക്ക് ദർശനം നൽകുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ പുണ്യാത്മാക്കളായ നമ്പൂതിരിമാർ ദേവീ വിഗ്രഹവുമായി തീർത്ഥാടനം തുടങ്ങുന്നു. തീർത്ഥാടന വേളകളിൽ തെക്കൻ കേരളത്തിലെ ഇടത്തട്ടയിലെത്തുന്ന നമ്പൂതിരിമാർ അവിടെയുള്ള ദേവീക്ഷേത്രത്തിനു മുന്നിൽ വിശ്രമിക്കുന്നു. അവരുടെ കയ്യിലുള്ള ദേവിയുടെ തേവാര വിഗ്രഹം എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണമെന്നും നമ്പൂതിരിമാർ കൂടിയാലോചിച്ചു. അന്ന് രാത്രിയിൽ തന്നെ സ്വപ്ന ദർശനത്തിലൂടെ ദേവി നമ്പൂതിരിമാർക്ക് വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ട സ്ഥലവും സ്ഥാനവും കാണിച്ചു കൊടുക്കുന്നു. നമ്പൂതിരിമാർ സുന്ദരരൂപിണിയായ ദേവിയുമായി പുഴകളും മലകളും താണ്ടി മലയാലപ്പുഴയുടെ സൗന്ദര്യഭൂമിയിലെത്തുന്നു. മലയാലപ്പുഴയിലെത്തുന്ന നമ്പൂതിരിമാരെ അന്നത്തെ കരപ്രമാണിമാരായിരുന്ന തോമ്പിൽ, അഴകത്ത്, സ്തുതിയിൽ എന്നീ കുടുംബക്കാരും ദേശവാസികളും ചേർന്ന് സ്വീകരിക്കുന്നു. ഗ്രാമവാസികളുടെ സഹായത്താൽ അച്ചക്കണ്ണാമല, ഊട്ടുപാറമല, ചെറുകുന്നത്തുമല, പുലിപ്പാറമല, ഉപ്പിടുംപാറമല എന്നീ 5 മലദേവങ്ങളുടെ മധ്യഭാഗത്തായി ദേവി നിശ്ചയപ്രകാരം വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നു. തുടർന്ന് കുടുംബക്കാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരത്തിൽ താമസിച്ച് നമ്പൂതിരിമാർ വർഷങ്ങളോളം വിഗ്രഹത്തിൽ പൂജാതി കർമ്മങ്ങൾ തുടരുകയും ചെയ്തു. ഈ നമ്പൂതിരിമാരുടെ പിൻതലമുറക്കാരായ ഇരവിമംഗലം, ഐക്കിരത്ത് എന്ന ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തന്നെയാണ് പിൽക്കാലത്ത് മലയാലപ്പുഴ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നിയോഗമുണ്ടാകുന്നതും. ശക്തി സ്വരൂപിണിയായ ഭദ്രകാളി രൂപം ഇവിടെ രൗദ്രഭാവത്തിൽ മാത്രമല്ല, മറിച്ച് സ്നേഹമയിയും കാരുണ്യാമൃതവർഷിണിയും വിദ്യസ്വരൂപിണിയുമായിട്ട് തന്നെയാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ദേവിയുടെ സുന്ദര രൂപം കണ്ട് തൊഴുത് പുണ്യം നേടുവാൻ കേരളത്തിനകത്തും പുറത്തുനിന്നും ധാരാളം ഭക്തജനങ്ങളാണ് മലയാലപ്പുഴ ദേവീ ദർശനത്തിന് എത്തുന്നത്. കാർഷിക സംസ്കാരങ്ങളുടെ ഭാഗമായി പരമ്പരാഗതമായി ആരാധിച്ചു വരുന്ന കാളീ സങ്കല്പങ്ങൾക്ക് മുന്നിലുള്ള നേർച്ചകളും വഴിപാടുകളുമാണ് ഭക്തജനങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത്.
വിദ്യാവിലാസിനി സരസ്വതിയും കേരളത്തിൽ അപൂർവം കാളീക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നത്. ശക്തി സ്വരൂപിണി ഭദ്രയും പാർവതിയും ഒരുമിച്ചു വാഴുമീ അമ്മ തന്നിൽ. മലയാലപ്പുഴയിലെ പ്രായം ചെന്ന സ്ത്രീകൾക്ക് മാത്രം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് ചമയവിളക്ക്. പരമ്പരാഗതമായ ചമയവേഷങ്ങളെ അണിഞ്ഞ് ദേവിക്ക് മുന്നിൽ എല്ലാ മാസത്തിലെയും തിരുവാതിര നാളുകളിൽ അമ്മമാർ ചമയവിളക്കുകൾ എടുക്കുന്നു. ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അമ്മമാർ ചമയവിളക്കുകൾ ഏന്തി ദേവിക്ക് അകമ്പടി സേവിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉപദൈവങ്ങൾ ഉണ്ണിഗണപതി, ശാസ്താവ്, മുരുകൻ, രക്ഷസ്, ശ്രീ, മുഹൂർത്തി, നാഗരാജാവ് എന്നീ ദൈവങ്ങളാണ്. വിശേഷ ദിവസങ്ങളിൽ നാഗദൈവങ്ങൾക്ക് പൂജയർപ്പിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നു. നാലമ്പലത്തിന് വടക്ക് കിഴക്കായി സ്വയംഭൂവായ ഒരു ശിവലിംഗമുണ്ട്. ഇവിടെ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ നിത്യവും നടത്തിവരുന്നു. വളരെയധികം ശക്തിവിശേഷങ്ങളുള്ളതാണ് ഈ ശിവലിംഗമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇവിടെ നിന്നും ചിലപ്പോഴൊക്കെ ചില വാദ്യമേളങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും ഭക്തജനങ്ങൾ സമ്മതിക്കുന്നു. സ്വയംഭൂവായ എല്ലാ ശിവലിംഗങ്ങളും ഒരു പക്ഷേ ആദ്യ കൈലാസ ഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെയാകാം ഇരിക്കുന്നത്. കൈലാസഗിരി ശൃംഖങ്ങളിലെ നീലനിലാവിൽ സർവാദി ദേവന്മാർക്കും മുന്നിൽ ശിവനും പാർവതിയും ചേർന്നുള്ള പ്രദോഷ നൃത്തത്തിന്റെ താളമേളങ്ങളുടെ പ്രതിധ്വനികൾ തന്നെയാകാം ഇവിടെയും കേൾക്കുന്നത്. ഇവിടെ ശിവലിംഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അത്ഭുതവും നിലനിൽക്കുന്നു. മേടമാസത്തിൽ മാത്രം വിടരുന്ന വിഷുപ്പൂക്കൾ ഇവിടെ വർഷം മുഴുവനും വിടരുന്നുവെന്നതാണ് മഹാ അത്ഭുതം. ശിവലിംഗത്തിന് മുകളിലായി വളർന്നു നിൽക്കുന്ന കണിക്കൊന്ന പൂക്കൾ ദിനവും ശിവലിംഗത്തിന് മുകളിലേക്ക് പുഷ്പാർച്ചന നടത്തുന്നു. അഷ്ടൈശ്വര്യപ്രദായിനിയും വിശ്വമോഹിനിയുമായ മലയാലപ്പുഴ ദേവിയുടെ ഉത്സവം കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ കൊടിയേറി 11ാം ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നു. ക്ഷേത്ര ആധ്യാത്മികതയെ പരിപോഷിപ്പിക്കും വിധം ആർഭാടപൂർവം ഉത്സവം ഇവിടെ കൊണ്ടാടുന്നു. 1ാം ഉത്സവ ദിവസം സായാഹ്നത്തിൽ തോമ്പിൽ കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പായി സ്ത്രീജനങ്ങളുടെ തിരുവാതിര നടക്കുന്നു. തുടർന്നുള്ള പൂജകൾക്ക് ശേഷം ദേശവാസികൾ ഗംഭീര ഘോഷയാത്രകളോടെ ദേവിയുടെ തിരുസന്നിധിയിലേക്ക് യാത്ര തുടങ്ങുന്നു. ക്ഷേത്രമുറ്റത്തെ ആകാശം സന്ധ്യാവിളക്കിന്റെ ശോഭ പോലെ വിടർന്നു നിൽക്കുമ്പോൾ ഘോഷയാത്ര ദേവിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നു. ഇനി മലയാലപ്പുഴ അമ്മയ്ക്ക് ഉത്സവം കൊടിയേറുകയാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവം മലയാലപ്പുഴ ദേശവാസികളുടെ ജീവതാളവും ആത്മതാളവുമായി ലയിച്ചു ചേരുന്ന ആനന്ദ മുഹൂർത്തങ്ങളാകുന്നു. ദേവി കൊടിമര മുകളിൽ വാളും ചിലമ്പുമേന്തി തുള്ളി തുടങ്ങുമ്പോൾ ക്ഷേത്രത്തിനു ചുറ്റും നിൽക്കുന്ന 5 മലകളിലെയും വിളക്കുകളിൽ നിന്നും ദിവ്യശോഭ പടരുമ്പോൾ മലയാലപ്പുഴ ദേശമാകെ നിറയുന്ന ദേവീമന്ത്രങ്ങൾ ഭൂമി മുഴുവനും നിറഞ്ഞ് ആനന്ദാമൃത വർഷിണിയാവട്ടെ. മലയാലപ്പുഴയിൽ മേവും ദേവി, നീ മാമലയഞ്ചും കാവലിരിക്കും ആദിപരാശക്തി.